ഏവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസം 13-ാം തീയതി കുംഭമാസം ആരംഭിക്കുന്നു. അന്നേ ദിനം മുതൽ മാർച്ച് മാസം 14-ാം തീയതി വരെയും നീളുന്ന കുംഭമാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഗ്രഹങ്ങളുടെ സഞ്ചാരഫലം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ 13 ഫെബ്രുവരി മുതൽ മാർച്ച് 14-ാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ മിഥുനരാശിയിൽ 26 ഫെബ്രുവരി വരെയും വക്രത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം 2 രാശികളിലായി സഞ്ചരിക്കുന്നു. 26 ഫെബ്രുവരി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ 27-ാം തീയതി മുതൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ മീനത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. ശനി കുംഭരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലും സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ മേടക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം. മാത്രമല്ല സൂര്യൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗമുക്തി, ശാരീരികമായ സൗഖ്യം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം എന്നിവയും ഉണ്ടാകും. കൂടാതെ സൂര്യൻ ഈ കൂറുകാരുടെ 5-ാം ഭാവാധിപൻ ആകയാൽ സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാഗുണം, പഠനത്തിൽ മികവ്, മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയും ഉണ്ടാകും. കൂടാതെ 5-ാം ഭാവം എന്നത് ഉപാസനാമൂർത്തിയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഈശ്വര കടാക്ഷം, ഭാഗ്യം എന്നിവയും സകല പ്രവർത്തികളിലും ഇവർക്ക് അനുഭവത്തിൽ വരും. അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 3-ാം ഭാവത്തിലൂടെ കുജൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. 3-ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. അതിനാൽ നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഈ കൂറുകാർക്ക് ഉണ്ടാകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ്. ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകും. ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. ഫെബ്രുവരി 26-ാം തീയതി വരെയും ബുധൻ ഇവർക്ക് ഏറ്റവും അനുകൂലനായി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 12-ലും സഞ്ചരിക്കുന്നു. 11-ൽ സഞ്ചരിക്കുന്ന ബുധൻ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം നൽകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വര കടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. എന്നാൽ ബുധൻ 12-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആകുന്നു. 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാം. പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാം. അനാരോഗ്യം, മാനസികമായും ശാരീരികമായും ഉള്ള വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും. വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത, കുടുംബസൗഖ്യം, ക്ഷേമം, വിദ്യാപുരോഗതി, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ഐക്യം, സന്താനഗുണം എന്നിവയെ എല്ലാം നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കുംഭമാസം ഉച്ചനായി സഞ്ചരിക്കുന്നു. 12-ാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം, ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ്. പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ 12-ൽ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്നേ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യജയം എന്നിവയെയും നൽകും. 12-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചെലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം വാങ്ങുക, ഉപരിപഠനം, വസ്തുവകകൾ വാങ്ങുക എന്നിവയിലേക്കായിരിക്കും ചെലവഴിക്കുക. ഇതെല്ലാം ശുഭകരമായ ചെലവുകൾ ആണ് എന്നും അറിയുക.
ഈ കൂറുകാർക്ക് ശനി സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് നിലവിൽ പ്രീതനും അനുകൂലനും ആയ നിലയിൽ സഞ്ചരിക്കുന്നു. 11-ാം ഭാവം വരവിൻ്റെ ഭാവം ആകയാൽ ഇവിടെ ശനി നിലകൊള്ളുമ്പോൾ അത് സാമ്പത്തിക ഭദ്രത, സുരക്ഷ എന്നിവയെ എല്ലാം നൽകുന്നു. അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം ഗ്രഹങ്ങൾ എല്ലാം ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാസമാകും ഇത് എന്ന് തെളിയുന്നു. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ ഈ മാസം ഈ കൂറുകാർക്ക് നൽകും. പ്രധാനമായും കർമ്മമേഖലയിൽ വളരെയധികം ഉയർച്ചയും പുരോഗതിയും വിജയവും ഇവർക്ക് ഉണ്ടാകും. ഊർജ്ജസ്വലതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയ്ക്ക് വഴിവെക്കും. ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി, വളർച്ച എന്നിവയെ 10-ലെ സൂര്യൻ നേടിക്കൊടുക്കും. കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം സമ്മിതി, പ്രശസ്തി എന്നിവ വർദ്ധിക്കുന്ന കാലമാകും ഇത്. സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ സുഖസ്ഥാനാധിപൻ കൂടിയാകയാൽ ഈ മാസം ഈ കൂറുകാർക്ക് ശാരീരിക, മാനസിക സൗഖ്യങ്ങൾ, കുടുംബത്തിൽ സുഖം, സന്തോഷം, ക്ഷേമം എന്നിവയും ഈ മാസം സൂര്യൻ നൽകുന്നതാണ്. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. ശുക്രൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്നും തീർച്ചയാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത്. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി, അംഗീകാരം എന്നിവ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകും. ചൊവ്വ ഈ കൂറുകാരുടെ ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2-ാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആകയാൽ 2-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, വഞ്ചന, കളവ് എന്നിവയിലൂടെ ധനനഷ്ടം എന്നിവയ്ക്കും അലച്ചിലുകൾ, കാലതാമസം, കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. കൂടാതെ ഈ സമയത്ത് കുടുംബത്തിൽ സുഖം, മനസ്സമാധാനം എന്നിവ കുറഞ്ഞിരിക്കുവാനും സാധ്യത ഉണ്ട്. എന്നാൽ ശുക്രൻ ധനഭാവമായ 11-ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നതിനാൽ ചൊവ്വയുടെ ദോഷം ഇവരെ അത്ര കണ്ട് ബാധിക്കില്ല. ബുധൻ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ബുധൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു. 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി, അഭിവൃദ്ധി, മേലധികാരികളുടെ പ്രശംസ, അംഗീകാരം, സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം, പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും. തുടർന്ന് 27-ാം തീയതി മുതൽ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് ഈ കൂറുകാർക്ക് നൽകുക. സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് എന്നിവ ഈ സമയത്ത് ഉണ്ടാകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കാണും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം. ഫെബ്രുവരി 4-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ശുക്രനും വ്യാഴവും പരിവർത്തനയോഗം ചെയ്തു നിൽക്കുന്നു എന്നതിനാൽ ധനാഗമം, വിവേകം, ബുദ്ധി എന്നിവയ്ക്കെല്ലാം വർധനവ് ഉണ്ടാകുന്നു. ഗുരു ഈ കൂറുകാരുടെ 11-ാം ഭാവാധിപൻ ആകയാൽ ഇവർക്ക് അഭീഷ്ടസിദ്ധി, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ നേർരേഖയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവയെ നൽകും. കൂടാതെ കുടുംബത്തിൽ ക്ഷേമം, ദമ്പതികൾ തമ്മിൽ ഐക്യം എന്നിവയും വ്യാഴം ഇവർക്ക് നൽകും. ശനി ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 10-ാം ഭാവം എന്നത് കർമ്മരംഗം, ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി കർമ്മമേഖലയിൽ അസ്വാരസ്യങ്ങൾ, പ്രതിസന്ധികൾ, മനസ്സിന് സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ശനി,
ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലരായി നിൽക്കുന്നു എങ്കിലും രാശ്യാധിപനായ ശുക്രൻ സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു. കൂടാതെ സൂര്യൻ, വ്യാഴം, ബുധൻ എന്നിവരും ഏറെ അനുകൂലമായ ഭാവങ്ങളിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ഈ മാസം വളരെ ശോഭനമായ ഒരു മാസമായി ഭവിക്കും. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ 9-ലാകും ഈ മാസം സഞ്ചരിക്കുക. സൂര്യൻ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. അത് ഭാഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം, ഭാഗ്യം എന്നിവയ്ക്ക് ഒരു കുറവ്, ഭംഗം എന്നിവയെല്ലാം വരാം. അതുകൊണ്ട് തന്നെ കാലതാമസം, കർമ്മവിഘ്നങ്ങൾ, ഏത് കാര്യം നടന്നു കിട്ടാനും ഒരു തടസ്സം, പരാജയം, മാനക്കേട്, അപവാദം എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ടാകാം. അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണമാകാം. മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. 9-ലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. തൽഫലമായി ഇവർക്ക് കാര്യവിഘ്നം, കാര്യപരാജയം, അമിതമായ അധ്വാനം എന്നിവയെല്ലാം വന്നു ഭവിക്കുന്നു. കഠിനമായി അധ്വാനം ചെയ്താലും ഫലം നാമമാത്രം ആകും. എന്നാൽ 27-ാം തീയതിയോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ 10-ലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുവാനും തുടങ്ങുന്നു. കർമ്മപുഷ്ടി, ഔദ്യോഗിക രംഗത്ത് പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം 10-ലെ ബുധൻ നൽകും. ബിസിനസ്സിലും ഈ സമയം പുരോഗതിയും ലാഭവും വർദ്ധിക്കും. ശത്രുക്കളെയും പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്യും. മിഥുനക്കൂറുകാരുടെ കളത്രഭാവാധിപനും കർമ്മഭാവാധിപനുമായ വ്യാഴം നേർരേഖയിൽ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. പൊതുവെ 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴം അനാവശ്യ ചെലവുകൾ, ധനനഷ്ടം, അലച്ചിലുകൾ, ദുരിതങ്ങൾ, മനസ്സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. 12 എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകും ഇത്. കൂടാതെ വിദേശത്ത് ജോലി തേടുന്നവർക്കും ഈ സമയം വളരെ നല്ല സമയം ആകും. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിനും സാധ്യത കാണുന്നു. 12 എന്നത് ചെലവിനെ കുറിക്കുന്ന ഭാവം ആകുന്നു. എങ്കിലും വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശുഭകരമായ ചെലവുകളെയാണ് ഉണ്ടാക്കുക. ദമ്പതികൾ തമ്മിലും ഈ സമയത്ത് ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവെ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ, മനക്ലേശങ്ങൾ, അധികാരികളുടെ വിരോധം, സഹപ്രവർത്തകരുടെ ശത്രുത, വിരോധം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നു എന്നതിനാൽ ദോഷങ്ങൾ മാറുന്നുവെന്ന് മാത്രമല്ല അത് ഗുണങ്ങളായി മാറുകയും ചെയ്യുന്നു. 10-ൽ ഉച്ചനാകുന്ന ശുക്രൻ കർമ്മപുഷ്ടി, സ്ഥാനലബ്ധി, പ്രമോഷൻ, അംഗീകാരം എന്നിവയെ എല്ലാം നൽകുന്നു. പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ ആകുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതിക്കും ഇടയാകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 12-ാം ഭാവാധിപത്യം വഹിക്കുന്നതിനാൽ വിദേശ തൊഴിൽ അവസരങ്ങൾ, വിദേശത്ത് നിന്ന് വരുമാനം എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളെ നൽകും. പിതൃപ്രീതിയും ഈശ്വരപ്രീതിയും ധർമ്മചിന്തകളും പുലർത്തിയാൽ ശനി അനുകൂലമായ ഫലങ്ങളെ നൽകും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശാസ്താപ്രീതിയും ശനിപ്രീതിയും മുടങ്ങാതെ നടത്തുന്നത് ഏറെ അഭികാമ്യമാകുന്നുവെന്ന് അറിയുക. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ശുക്രൻ, വ്യാഴം, ശനി എന്നിവർ ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു. രാശ്യാധിപനായ ബുധൻ ഈ മാസത്തിൻ്റെ 2-ാം പകുതി ഏറെ ശുഭദായകനും ആകുന്നു. സൂര്യനും ചൊവ്വയും ഈ കൂറുകാർക്ക് അനിഷ്ടരായും ഈ മാസം ഭവിക്കുന്നു. എങ്കിലും ഈ മാസം ഈ കൂറുകാർക്ക് പൊതുവെ സംതൃപ്തികരമായ ഒരു മാസമാകും. കൂടാതെ മാസത്തിൻ്റെ മറുപകുതി രാശ്യാധിപൻ നേട്ടങ്ങളെ നൽകുന്നു എന്നതിനാൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ 2-ാം പകുതി ഉണ്ടാകുകയും ചെയ്യും. 4-മതായി കർക്കിടകക്കൂർ. പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ രോഗാരിഷ്ടതകൾ, അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം. കൂടാതെ സാഹസിക യാത്രകൾ, ഡ്രൈവിംഗ് എന്നിവയിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ധനനഷ്ടം, വഞ്ചന, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ എന്നിവ സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട്. ചൊവ്വ കർക്കിടകക്കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത്.
കൂടാതെ ദുരിതങ്ങൾ, അലച്ചിലുകൾ, ശാരീരിക ക്ലേശങ്ങൾ എന്നിവയും 12-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്ന് ഭവിക്കാം. ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയും വന്ന് ഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ, ധനച്ചെലവുകൾ എന്നിവയും ഉണ്ടാകാം. ബുധൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവം എന്നറിയപ്പെടുന്ന 8-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം, മാനസികമായ സുഖങ്ങൾ, സംതൃപ്തി, രോഗമുക്തി, ആരോഗ്യം, കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. എന്നാൽ 27-ാം തീയതി മുതൽ ഭാഗ്യഭാവമായ 9-ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഹാനിയും തൽഫലമായി കർമ്മവിഘ്നം, കാലതാമസം, പരാജയം എന്നിവയെയും ഉണ്ടാക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികൾ മനസ്സംഘർഷത്തിലേക്ക് വഴി തെളിക്കാം. ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ നൽകും. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയവിക്രയങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും. ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ സമയം വളരെ അനുകൂലം ആകുന്നു. ധനനിക്ഷേപത്തിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയം വളരെ അനുയോജ്യം ആകും. വ്യവഹാര വിജയം, ബിസിനസ്സിൽ വളരെയധികം പുരോഗതി, ലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുചേരാം. വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം, ഈശ്വര കടാക്ഷം, ഗുരുകടാക്ഷം എന്നിവയും ഇക്കാലത്ത് വർദ്ധിക്കും. ശുക്രൻ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഈ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകുന്നു. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി ഭവിക്കാറുണ്ട്. ചിട്ടി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാറുണ്ട്. ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിച്ചിരിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും. ശനി ഇവരുടെ 8-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കിയാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്നാൽ അടുത്ത മാസം 29-ാം തീയതിയോടുകൂടി ശനി രാശി മാറുന്നതിൻ്റെ ഫലമായി ഇവർക്ക് എല്ലാ ശനി ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. അപ്പോൾ വ്യാഴവും ശുക്രനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദായകരായി നിൽക്കുമ്പോൾ സൂര്യൻ, ചൊവ്വ, ശനി എന്നിവർ അനിഷ്ടരാകുന്നു. ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം അനിഷ്ടനായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും. ശനിയും സൂര്യനും അനിഷ്ടഭാവങ്ങളായ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ നല്ല ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. 5-ാമതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ കളത്രഭാവമായ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 7-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ, അസ്വസ്ഥതകൾ, ടെൻഷൻ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം, ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും 7-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ കാരണമാകാം. കൂടാതെ കർമ്മവിഘ്നം, കാലതാമസം, കാര്യപരാജയം എന്നിവയും സൂര്യൻ പ്രതികൂലനായി 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. സർവാഭീഷ്ട സ്ഥാനം, ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 11-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകും. സാമ്പത്തികമായ പുരോഗതി, ധനാഗമം, അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും. ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി, സ്ഥാനമാനങ്ങൾ, അംഗീകാരം, സംതൃപ്തി എന്നിവ ഉണ്ടാകും. ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം, തിളക്കമാർന്ന വിജയം എന്നിവ ഇവർ കാഴ്ചവെക്കും. വാഹനലാഭം, ഭൂമിലാഭം, ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു.
ബുധൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനിഷ്ടഫലങ്ങളും 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനുകൂലമായ ഫലങ്ങളെയും നൽകുന്നു. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻ എന്നിവയെ എല്ലാം നൽകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ശത്രുക്കളും ഈ സമയത്ത് ടെൻഷൻ കൂട്ടാം. എന്നാൽ 27-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ്. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഉടലെടുത്ത സ്വാരസ്യങ്ങൾ, കലഹങ്ങൾ എന്നിവയെല്ലാം ഒഴിയും. കൂടാതെ ശാരീരികവും മാനസികവുമായ സൗഖ്യം തിരികെ ലഭിക്കും. ഔദ്യോഗിക മേഖലയിലും കർമ്മമേഖലയിലും കുടുംബത്തും എല്ലാം മനസ്സമാധാനം കൈവരും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും ആകുന്നു. ഈ കൂറുകാരുടെ 10-ാം ഭാവാധിപനായ ശുക്രൻ 8-ാം ഭാവത്തിലും ഉച്ചനായി പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതി, കർമ്മപുഷ്ടി, നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച, പ്രമോഷൻ, മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യ സുഖം, കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ 8-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശനി കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കിയാൽ ഇവർക്ക് ഇപ്പോൾ കണ്ടകശനിക്കാലം ആകുന്നു. അത് കുടുംബത്തിലും ദാമ്പത്യത്തിലും ചില സംഘർഷങ്ങളും എല്ലാം ഉണ്ടാക്കാം. എന്നാൽ ഈ കൂറുകാരുടെ കണ്ടകശനി ദോഷങ്ങൾ മാർച്ച് 29-ാം തീയതി ശനി രാശി മാറുന്നതോടുകൂടി അകലുകയും ചെയ്യും. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. ബുധൻ മാസത്തിൻ്റെ 2-ാം പകുതി ഏറെ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. രാശ്യാധിപനായ സൂര്യൻ, ശനി എന്നിവർ കളത്രഭാവമായ 7-ാം ഭാവത്തിൽ ദോഷങ്ങൾ വരുത്തുന്നു. എങ്കിലും പൊതുവെ സംതൃപ്തികരമായ ഒരു മാസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം എന്ന് തെളിയുന്നു. 6ാമതായി കന്നിക്കൂർ. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പോരാട്ട ഗുണം, ആത്മവിശ്വാസം, ഊർജ്ജസ്വലത എന്നിവയെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം, മത്സര പരീക്ഷകളിൽ മുന്നേറ്റം, ശത്രുനാശം എന്നിവ ഉണ്ടാകും. ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലുമെല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം, ജനസമ്മിതി എന്നിവയെ നൽകും. ശാരീരികവും മാനസികവുമായ ഉണർവും ഓജസ്സും ഇവർക്ക് വന്നുചേരും. കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ മാസം 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക. 27-ാം തീയതി വരെയും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം, ഊർജ്ജസ്വലത, ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും അറുതി എന്നിവയെ എല്ലാം നൽകും. എന്നാൽ തുടർന്ന് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, അഭിപ്രായ ഭിന്നതകൾ, ദമ്പതികൾ തമ്മിൽ മാനസികമായി ഒരു അകൽച്ച, അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് വഴിതെളിക്കാം. കൂടാതെ ബുധൻ 7-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചതിയിൽപ്പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യത ഏറെയാണ്. അതിനാൽ സൂക്ഷ്മത എല്ലാ കാര്യത്തിലും ഇവർ പുലർത്തുക. ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു. ഔദ്യോഗിക മേഖല, ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത്. 10-ലെ ചൊവ്വ ഗുണദോഷഫലങ്ങളെ സമ്മിശ്രമായി നൽകുന്നതാണ്. കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം. എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിട്ട് ഇവർ വിജയം കൈവരിക്കും. വെല്ലുവിളികളെ പോരാട്ട വീര്യത്തിൽ നേരിടും. ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം. വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഇവർക്ക് ഇക്കാലത്ത് അനുഭവപ്പെടും. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരും. ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക.
പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, അവിശ്വാസം, തർക്കങ്ങൾ, വിരഹം എന്നിവയെ എല്ലാം വരുത്താറുണ്ട്. എന്നാൽ ഉച്ചനായ ശുക്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗബലങ്ങളെ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദോഷം നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി നല്ല ഉയർച്ച, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച, ലാഭം, ജീവിത പങ്കാളിയുമായി ഏറെ നല്ല ബന്ധം, ജീവിത പങ്കാളിക്ക് ഭാഗ്യം, അതുമൂലം ധനാഗമം എന്നിവയെ എല്ലാം നൽകുന്നു. കുടുംബത്തിൽ വിവാഹാലോചനകൾ, വിവാഹം തുടങ്ങിയ ശുഭകരമായ കർമ്മങ്ങൾ നടക്കുവാനും സാധ്യത ഏറെയാണ്. ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രോഗം, ശത്രുക്കൾ, കടങ്ങൾ, അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ 6-ാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ്. എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അത് ഈ സകല അനിഷ്ടതകളെയും രോഗാരിഷ്ടതകളെയും നിശ്ശേഷം ദൂരീകരിക്കുന്നു. തൽഫലമായി രോഗശാന്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മുക്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യവിജയം, ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം ശനി നൽകും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് സൂര്യൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ പ്രധാനികളായ 4 ഗ്രഹങ്ങൾ എല്ലാം ഈ മാസം അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. ബുധനും മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണപ്രദൻ ആകുന്നു. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ ശോഭനമായ ഒരു മാസമായിരിക്കും. 7-ാമതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖ, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, വിദ്യാഭ്യാസം എന്നിവയെയും ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പഠനത്തിൽ ഒരു അലസത, ഏകാഗ്രതയില്ലായ്മ എന്നിവയെല്ലാം അനുഭവിക്കാം. കൂടാതെ ശത്രുശല്യവും സൂര്യൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പൊതുവെ 6-ലെ ശുക്രൻ്റെ സഞ്ചാരം ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ വരുത്തി വയ്ക്കാറുണ്ട്. എന്നാൽ ഉച്ചനായ ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നു എന്നത് വിപരീതമായ അനുഭവങ്ങൾ നൽകുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം, ഊർജ്ജസ്വലത, പോരാട്ടവീര്യം എന്നിവയെ ശുക്രൻ നൽകും. മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കും. രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ചേരും. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ശത്രുനാശം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ജനസമ്മിതി എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷം നൽകും. തൽഫലമായി നിർഭാഗ്യം പിടികൂടും. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരിക, കാര്യതടസ്സം, കാര്യപരാജയം എന്നിവയെല്ലാം അനുഭവിക്കാം. കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ വന്നുചേരാം. കുടുംബത്തിലും സൗഖ്യം കുറയാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് നന്നേ കുറയുന്നു എന്നതിൻ്റെ കാരണമായി അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും പരാജയങ്ങളും എല്ലാം നേരിട്ടേക്കാം. ബുധൻ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം, വിദ്യാതടസ്സം, അലസത, പരാജയം, ആശയവിനിമയത്തിൽ അപാകതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ 5-ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം, ആകുലത, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം. എന്നാൽ 27 മുതൽ ബുധൻ ഈ കൂറുകാരുടെ 6-ൽ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഈ ദോഷങ്ങളെയെല്ലാം നീക്കി അനുകൂലമായ ഫലങ്ങളെ നൽകുവാനും തുടങ്ങുന്നു. 6-ലെ ബുധൻ ശാരീരിക മാനസിക സുഖങ്ങൾ, വിദ്യാപുരോഗതി, സന്താനക്ഷേമം, ഊർജ്ജസ്വലത, ഉന്മേഷം എന്നിവയെ നൽകും. കൂടാതെ ഏത് വിഷമഘട്ടങ്ങളെയും ഇവർ ആത്മബലത്തോടെ നേരിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമവ്യാഴം പ്രധാനമായും ശാരീരികമായ വിഷമങ്ങൾ, രോഗം, അനാരോഗ്യം, അതുമൂലമുള്ള ചിലവുകൾ, കർമ്മവിഘ്നം, മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കും. എന്നാൽ ശുക്രനും ഗുരുവും പരിവർത്തന യോഗം ചെയ്ത് നിലവിൽ നിൽക്കുന്നുവെന്നതിനാൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും
ഇവർക്ക് വിപരീതമായ രാജയോഗം ഫലത്തിൽ വരുന്നു. തൽഫലമായി രോഗമുക്തി, ആരോഗ്യം, ശാരീരികമായ സൗഖ്യം, മനസ്സുഖം, ക്ഷേമം എന്നിവയെല്ലാം വ്യാഴം നൽകുന്നു. ശനി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാൽ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്യാതടസ്സം, അനാരോഗ്യം, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം 5-ലെ ശനി ഉണ്ടാക്കാം. എന്നാൽ കുടുംബദേവതകൾ, പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് എല്ലാ ശനിദോഷങ്ങളും മാറി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ തുലാക്കൂറുകാർക്ക് സൂര്യൻ, ചൊവ്വ എന്നിവർ പ്രതികൂലരായി നിൽക്കുന്നു. എന്നാൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശുഭകരനായി ഭവിക്കുന്നു. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം. ബുധൻ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ദോഷപ്രദനായി ഭവിക്കുന്നു. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി ബുധൻ അനുകൂലനാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് കുംഭമാസം ആദ്യ പകുതി പ്രയാസം ഏറിയതും എന്നാൽ മറുപകുതി ശുഭകരമായും ഭവിക്കുന്നതാണ്. 8ാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 4-ാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിലൊരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, മാനഹാനി എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. അഷ്ടമഭാവം ചൊവ്വയുടെ ഏറെ അനിഷ്ടമായ ഭാവം ആണ്. 8-ാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ്. 8-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം, അപകടം, മനോദുരിതങ്ങൾ, പലവിധത്തിലുള്ള വിഘ്നങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല ഒരു കരുതൽ പുലർത്തണം. ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ, വിരോധം എന്നിവയും ഈ സമയത്ത് രൂപപ്പെടാം. കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഉടലെടുക്കാം. ബുധൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. മാതാവ്, മനസ്സുഖം, കുടുംബം, ബന്ധുഗുണം, വാഹനം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് 4-ാം ഭാവം. 4-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ 4-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുകയും ചെയ്യുന്നു. കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, മാതാവിന് സുഖം, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവ ഈ സമയത്ത് ദൃഢമാകും. എന്നാൽ തുടർന്ന് 5-ാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരിക, വിദ്യാപുരോഗതിക്ക് തടസ്സം, പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആകുന്നു. ഭാഗ്യത്തിനും ഒരു പിഴവ് ഈ സമയത്ത് അനുഭവപ്പെടാം. സർവീശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന 7-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. സർവകാര്യ വിജയം, ധനലാഭം, അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗം എന്നിവയെ എല്ലാം നൽകും. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നുവെന്നതിനാൽ ബിസിനസ് മേഖലയിലും ഏറെ പുരോഗതി കൈവരിക്കും. ശുക്രൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വികാര വിചാരങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഈ ഭാവം കൊണ്ട് തന്നെയാണ്. ശുക്രൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ നൽകും. 5-ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവ എല്ലാം ഉണ്ടാകും. 5-ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നുവെന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, ഉല്ലാസം, സുഖം എന്നിവ അനുഭവപ്പെടും. പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും. ഈ കൂറുകാർക്ക് ശനി പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടകശനിക്കാലമാണ് എന്ന് അറിയുക. കുടുംബത്തിലും മാതാവിനും ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക മാനസികമായ ക്ലേശങ്ങൾ എന്നിവ 4-ലെ ശനി സൃഷ്ടിക്കാം. എന്നാൽ 7-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കാരണം ശനിദോഷങ്ങൾ ഇവരെ അത്ര കണ്ട് കാര്യമായി അലട്ടില്ല എന്നും അറിയുക. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ, രാശാധിപനായ ചൊവ്വ, ശനി എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദോഷകരമായ ഫലങ്ങൾ നൽകാം. എന്നാൽ അതേസമയം ശുക്രനും വ്യാഴവും ഇവർക്ക് അനുകൂലരായും ഭവിക്കുന്നു. ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണപ്രദനായും ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതി ഈ കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങളും എന്നാൽ മറുപകുതി ഗുണദോഷ സമ്മിശ്രമായും ഭവിക്കുന്നു. 9ാമതായി ധനുക്കൂർ. മൂലം,
പൂരാടം, ഉത്രാടം, കാലന്നി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 3-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകും. സൂര്യൻ ഇഷ്ടഭാവമായി 3-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഊർജം, വീര്യം, ആത്മവിശ്വാസം, ധനപുഷ്ടി, ആരോഗ്യം, ധനാഗമം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെ എല്ലാം നൽകും. ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം ഫെബ്രുവരി 4 മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും 4-ാം ഭാവാധിപനും ആകുന്നു. 4-ാം ഭാവാധിപനായ വ്യാഴം 6-ാം ഭാവത്തിലും 6-ാം ഭാവാധിപനായ ശുക്രൻ സുഖസ്ഥാനമായ 4-ലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, കടങ്ങൾ, രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. നേർരേഖയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ശത്രു, കടങ്ങൾ എന്നിവയിൽ നിന്നും മോചനം, രോഗമുക്തി എന്നിവയെ പ്രദാനം ചെയ്യുന്നു. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ എല്ലാം നീങ്ങുന്നു. 6-ലെ വ്യാഴം മത്സരവീര്യം, പോരാട്ടവീര്യം, ശത്രുനാശം എന്നിവയെയും നൽകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ, ദാമ്പത്യബന്ധങ്ങളിൽ വിള്ളലുകൾ, കലഹങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ ഉദരവ്യാധികൾ, മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും ഉണ്ടാക്കാം. കൂടാതെ 7-ാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. ബുധൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കുന്നു. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ, തർക്കം, കലഹം, ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. മാനസികമായ സംഘർഷങ്ങൾ, ശത്രുശല്യം എന്നിവയും ഈ സമയത്ത് അലട്ടാം. എന്നാൽ ഫെബ്രുവരി 27-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സ്നേഹം, ശാരീരിക, മാനസിക സൗഖ്യങ്ങൾ എന്നിവയെ എല്ലാം നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതൃഭാവം, കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4-ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ്. ശനി നിലവിൽ തൻ്റെ ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തൽഫലമായി ഇവർക്ക് സർവകാര്യ വിജയം, ശത്രുനാശം, ആത്മവിശ്വാസം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലം എന്നിവയെ എല്ലാം നൽകും. അപ്പോൾ ധനുക്കൂറുകാർക്ക് സൂര്യൻ, ശുക്രൻ, ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലങ്ങളും ബുധൻ ഭാഗികമായി ഗുണഫലങ്ങളെയും നൽകുന്നു. എന്നാൽ ചൊവ്വ പ്രതികൂലനായും ഭവിക്കുന്നു. എന്നാൽ പ്രബലരായ ഗ്രഹങ്ങൾ അനുകൂലരായി നിൽക്കുന്നു എന്നതിനാൽ ഈ മാസം ഈ കൂറുകാർക്ക് ശോഭനമായ ഒരു മാസമായി ഭവിക്കും. 10-ാമതായി മകരക്കൂർ. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. ധനസ്ഥാനം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 2-ാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ധനത്തിന് നാശം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ എല്ലാം വരുത്താം. കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ, അതേ തുടർന്നുള്ള കലഹങ്ങൾ, വിവാദങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു. കൂടാതെ നേത്രരോഗം, മാനസികമായ ക്ലേശങ്ങൾ, വഞ്ചന, അമളി എന്നിവ വന്ന് പിണയുവാനുള്ള സാധ്യതയും 2-ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അധികരിച്ച് ഇരിക്കുമെന്ന് അറിയുക. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് 7 ശനിദോഷത്തെ നൽകുന്നു. 2-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, ധനനഷ്ടം, പാഴ്ചെലവുകൾ എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ഈ കൂറുകാരുടെ 7 ശനി ദുരിതങ്ങൾ തീരുമെന്ന് ഈ കൂറുകാർക്ക് നൽകുന്ന വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗം, കടങ്ങൾ തുടങ്ങിയവയെ കുറിക്കുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക്
നൽകും. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം, പോരാട്ടവീര്യം എന്നിവ ഉയർന്ന് കാണപ്പെടും. കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത, സന്തോഷം, സമാധാനം എന്നിവ ഈ സമയത്ത് ഇവർക്ക് കൈവരും. ബുധൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങൾ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2 എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുമ്പോൾ 3 എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. 2ാം ഭാവത്തിലൂടെയുള്ള ബുധൻ്റെ സഞ്ചാരം അനുകൂലമായതും ഗുണപരവുമായ അനുഭവങ്ങളെ ഇവർക്ക് നൽകും. മനസ്സുഖം, മനസ്സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ ലാഭം എന്നിവയെ എല്ലാം 2ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ നൽകും. കൂടാതെ വാക്സ്ഥാനമായ 2ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെയും നൽകുന്നു. 3ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 27ാം തീയതി മുതൽ ബുധൻ 3ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി ചെറിയ അസ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം, ശത്രുശല്യം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. മകരക്കൂറുകാരുടെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. 5ാം ഭാവം എന്നത് പൂർവ്വപുണ്യം, സന്താനം, ബുദ്ധി, പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ 5ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, കാര്യവിജയം, ഗൃഹലാഭം എന്നിവയെ എല്ലാം നൽകുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ 3ാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും. സഹോദരഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെ എല്ലാം ശുക്രൻ ഇവർക്ക് നൽകും. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും പ്രദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നുചേരും. തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് കരുതിയ പ്രവർത്തികൾ പോലും ഇവർ വിജയത്തിൽ എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും. നേതൃഗുണം, നേതൃപാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ മകരക്കൂറുകാർക്ക് ചൊവ്വ, വ്യാഴം, ശുക്രൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ മാസം മുഴുവനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. എന്നാൽ ധനസ്ഥാനത്ത് സൂര്യനും ശനിയും പ്രതികൂലരായും നിൽക്കുന്നു. എന്നാൽ ബുധൻ ധനസ്ഥാനത്ത് അനുകൂലനായും സഞ്ചരിക്കുന്നു. വ്യാഴ ശുക്രന്മാരുടെയും ചൊവ്വയുടെയും ആനുകൂല്യം നിറഞ്ഞു നിൽക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് കുംഭമാസം ശുഭകരമായി ഭവിക്കുന്നതാണ്. 11ാമതായി കുംഭക്കൂർ. അവിട്ടം 2ാം പകുതി, ചതയം, പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുക. സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം, അതായത് ഏഴര ശനിയാണ് നിലവിൽ ഉള്ളത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, അകാരണമായ ഭയം, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ചൊവ്വ നിലവിൽ ഈ കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 5ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, വിദ്യാതടസ്സങ്ങൾ, പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ, അലസത എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. മത്സര പരീക്ഷകളിൽ മറ്റും ഇവർക്ക് പരാജയം സംഭവിച്ചുവെന്നും ഇരിക്കാം. 5ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കാലതാമസം, പരാജയം, ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴി തെളിക്കാം. മാത്രമല്ല ഒരു അലസത, ഏകാഗ്രതക്കുറവ് എന്നിവയും ഇവർക്ക് വന്നുകൂടാം. ബുധൻ ഈ കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നൽകാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു. എന്നാൽ 27ാം തീയതി മുതൽ 2ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അഭീഷ്ടമായ ഫലങ്ങളെയും നൽകുന്നു. 2ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. 2ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ അനുഭവങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണഫലങ്ങളും ആകുന്നു.
വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. എന്നാൽ നിലവിൽ 2-ാം ഭാവാധിപനായ വ്യാഴം സുഖസ്ഥാനമായ 4-ലും 4-ാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ധനഭാവമായ 2-ലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു. ഇത് വളരെയധികം നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നു. തൽഫലമായി വ്യാഴം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബാംഗങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന രോഗങ്ങൾ എന്നിവയ്ക്ക് അറുതി നൽകുകയും കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, സമാധാനം എന്നിവയെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ശുക്രൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക. 2-ാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഇവർക്ക് ഉണ്ടാകും. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. ശുക്രൻ വാക്സ്ഥാനമായ 2-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് വാക്കുകൾ സൗമ്യം ആകും. കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് സൂര്യനും ചൊവ്വയും ശനിയും ഭാഗികമായി ബുധനും ദോഷപ്രദരായി ഭവിക്കുന്നു. എന്നാൽ ശുക്രനും പരിവർത്തന യോഗത്താൽ ഒട്ടൊക്കെ വ്യാഴവും അനുകൂലരായി ഭവിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതി ബുധനും ദോഷപ്രദനായി ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ താരതമ്യേന ഈ മാസം കുംഭക്കൂറുകാർക്ക് കുറച്ച് പ്രയാസം കൂടുതൽ ഉണ്ടാകും. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി വളരെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. 12-ാമതായി മീനക്കൂർ. പുരട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. സൂര്യൻ അനിഷ്ടഭാവമായ 12-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകൾ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, അതുമൂലമുള്ള ധനച്ചെലവുകൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം നിലവിൽ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ 3-ലെ വ്യാഴം ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക. എന്നാൽ നിലവിൽ 3-ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലും രാശിയാധിപനായ വ്യാഴം 3-ലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്നു. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം, ആശയവിനിമയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യബന്ധം, കുടുംബബന്ധം എന്നിവയും ഈ സമയത്ത് സുഗമം ആകും. ചൊവ്വ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തെ കൊണ്ട് പ്രധാനമായും കുടുംബം, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം, കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നു. ചൊവ്വ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം 4-ലെ ചൊവ്വ ഉണ്ടാക്കാം. ബുധൻ ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കും. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവമാകുന്നു. 12-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും അപ്രതീക്ഷിതമായ ചിലവുകളെ വരുത്താം. അനാരോഗ്യം, മാനസികമായും ശാരീരികമായും ഉള്ള വിഷമങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. കൂടാതെ ദൂരയാത്ര, അലച്ചിൽ, ധനനാശം, ദ്രവ്യനാശം എന്നിവയും 12-ലെ ബുധൻ നൽകാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു. തുടർന്ന് 27-ാം തീയതി മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധനും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ധനനഷ്ടം എന്നിവയെല്ലാം ജന്മത്തിലെ ബുധനും നൽകാം. ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും. വസ്ത്രലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു. ധനനിക്ഷേപങ്ങൾക്കും ഭൂമി വിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത്. ശനി ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ 7ര ശനിയുടെ 1-ാം ഘട്ടത്തിലൂടെ ഇവർ കടന്നു പോകുന്നു. അത് ഈ കൂറുകാർക്ക് ദോഷങ്ങളെ, പ്രധാനമായും ചെലവുകൾ, അലച്ചിലുകൾ എന്നിവയെ സൃഷ്ടിക്കാം. അപ്പോൾ മീനക്കൂറുകാർക്ക് സൂര്യൻ, ചൊവ്വ, ശനി, ബുധൻ എന്നീ 4 ഗ്രഹങ്ങളും ഈ മാസം അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷപ്രദരായി ഭവിക്കുന്നു. രാശാധിപനായ വ്യാഴവും ശുക്രനും പരിവർത്തന യോഗത്താൽ അനുകൂലരാകുന്നുവെന്നത് ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. 12, ജന്മം എന്നീ ഭാവങ്ങളെയാണ് ഗ്രഹങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിലും ധനവിനിയോഗത്തിലും ഈ കൂറുകാർ
ഈ മാസം നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ നവഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയും നീളുന്ന കുംഭമാസം മേടം, ഇടവം, ചിങ്ങം, കന്നി, ധനു, മകരം എന്നീ 6 രാശിക്കാർക്ക് ശുഭകരമായും മിഥുനം, കർക്കിടകം, തുലാം, വൃശ്ചികം എന്നീ 4 രാശിക്കാർക്ക് പൊതുവെ സംതൃപ്തികരമായും ഭവിക്കുന്നു. എന്നാൽ ഗ്രഹങ്ങളുടെ അനിഷ്ടസഞ്ചാരം നിമിത്തം കുംഭം, മീനം എന്നീ കൂറുകാർക്ക് ഈ മാസം പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞതാകാനും സാധ്യത കാണുന്നു. അപ്പോൾ ഗ്രഹങ്ങളുടെ ഗോചരബലത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും കുംഭമാസത്തിൽ ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.